ഇതിനകത്ത് ഒരു വിഷയമുണ്ട്. ഇത് ഈ ഒരു വിഭാഗം ഇങ്ങനെ ഒരു സമരം നടത്തുന്നു, അതൊരു വിദ്യാർത്ഥി സംഘടനയാണ്, ഒരു ശ്രദ്ധ കൊടുക്കുക, അത് ഏത് വിവാദമാണെങ്കിലും അതൊരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് കൂടുതൽ നല്ല കാര്യമാണ്. അങ്ങനെ ഒരു ശ്രദ്ധ കൊടുക്കുക, ഒരു പ്രതീകാത്മക സമരം നടത്തുക, സ്റ്റുഡിയോ പോലെ ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കൂടുതലായി പോകുന്ന ഒരു ഔട്ട്ലെറ്റിലേക്ക്, അതാണല്ലോ, അല്ല ഒട്ടും ഉപയോഗിക്കാത്ത ഏതെങ്കിലും ഒരു പ്രോഡക്റ്റോ ഒന്നുമല്ല, ന്യൂ ജനറേഷനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിന് മറിച്ച് ഒരു മറു ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ആ മറു ക്യാമ്പയിനകത്ത് പറയുന്നത് ആ നിൽക്കുന്നവരെല്ലാം, ഈ സമരത്തിന് നിൽക്കുന്ന വിദ്യാർത്ഥികളെല്ലാം രാജ്യദ്രോഹികളാണ് എന്ന തരത്തിലുള്ള സ്ലോഗനുകളും ക്യാമ്പയിനുകളും സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് എത്രത്തോളം ഈ പ്രൊട്ടസ്റ്റ് പ്രഹസനമാണോ എന്ന് ചോദിക്കുന്നത് പോലെ തന്നെ ഈ മറു ക്യാമ്പയിൻ എന്താണ് ഈ കാണിച്ചു വെക്കുന്നത് എന്നും ചോദിക്കേണ്ടതായി വരുന്നുണ്ടല്ലോ. ഏത് സൈഡിലാണ് വിൽസൺ ഈ വിഷയം കാണുന്നതെന്ന് എനിക്കറിയില്ല. ഞാനതിൽ കാണുന്നത് പ്രധാനമായും ശ്രീ പണിക്കർ പറഞ്ഞ ഒരു പോയിന്റിനോട് ഐക്യപ്പെട്ടുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ഈ സെലക്റ്റീവ് ജസ്റ്റിസ് എന്ന് പറയുന്നത് ഉണ്ടാവാൻ പാടില്ലല്ലോ. ജസ്റ്റിസ് എല്ലായിടത്തും ഒരുപോലെ ആയിരിക്കണ്ടേ, സെലക്റ്റീവ് ആവാൻ പാടില്ല. ഇവിടെ പാലസ്തീൻ 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 എന്ന് നാഴിക 40 വട്ടം പറയുമ്പോൾ പാലസ്തീനിൽ മാത്രമല്ലല്ലോ കൊല്ലപ്പെടുന്നത്. ഉക്രൈന്റെ വിഷയം നമ്മൾ സംസാരിച്ചു. അസർബൈജാൻ അർമേനിയ എന്ന് പറയുന്ന യുദ്ധം, അവർ തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്, അസർബൈജാനും അർമേനിയയും. ഇതിൽ അർമേനിയ എന്ന് പറയുന്ന ക്രിസ്ത്യൻ രാജ്യവും അസർബൈജാൻ മുസ്ലിം രാജ്യവുമാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യമോട് സപ്പോർട്ട് ചെയ്ത അർമേനിയാണ്. എന്തുകൊണ്ട് ഇവിടെ ഒരു ഈ പറയുന്ന രീതിയിൽ ഇന്ത്യക്കെതിരെ ഈ പറയുന്ന യുദ്ധത്തിൽ അർമേനിയെ സഹായിക്കാൻ പാടില്ല നിലപാടെടുക്കാൻ കഴിയുന്നില്ല? അപ്പൊ ഇവിടെ നമ്മൾ നോക്കൂ, നമ്മുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഇന്ത്യയിൽ, അതായത് ഹങ്കർ റിപ്പോർട്ട് പ്രകാരം ഞാൻ മനസ്സിലാക്കുന്നത് 127 രാജ്യങ്ങളിൽ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ രാജ്യം 105ആണ്. അതുപോലെ സീറോ ഫുഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത് 6.7 മില്യൺ കുട്ടികൾ ഇന്ത്യയിൽ ഭക്ഷണം കഴിക്കാതെ ഓരോ ദിവസവും രോഗത്തിന് കീഴ്പ്പെടുകയോ മരണപ്പെടുകയോ ചെയ്യുന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഈ കുട്ടികൾക്ക് വേണ്ടി ഐക്യപ്പെടാൻ ഇതൊക്കെ എന്താ കഴിയാത്തത്? അപ്പൊ ഇവിടുത്തെ എന്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവർ മുമ്പോട്ട് വെക്കുന്ന ഈ സമരത്തിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്ന സ്റ്റുഡിയോയുടെ ഡ്രസ്സാണ്. ഞാനത് മനഃപൂർവ്വം ഇട്ടതൊന്നുമല്ല, ഞാൻ കുറെ നാളുകളായി ഉപയോഗിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്ന് വളരെ ഈസി ആയിട്ട് പോയി വാങ്ങാൻ കഴിയും. വില കുറച്ച് അവര് എല്ലാവർക്കും അവൈലബിൾ ആയ രീതിയിൽ അതിന്റെ പ്രൈസ് കൊടുക്കുന്നു. അതുകൊണ്ട് ആൾക്കാർ പോയി വാങ്ങുന്നു. കൊല്ലത്തൊക്കെ അതിന്റെ ഇഷ്ടം പോലെ ഷോപ്പ് പല സ്ഥലങ്ങളിലും ഉണ്ട്. ഞാൻ ഇന്നലെ കൊല്ലത്ത് അതിന്റെ സ്റ്റുഡിയോയിൽ പോയപ്പോൾ അവിടെ ഈ ജാതി മത ഭേദമന്യേ മനുഷ്യർ വരികയാണ്. വെറുതെ ഇരിക്കുന്ന മനുഷ്യന്റെ മനസ്സിലേക്ക് മുറിവുണ്ടാക്കുന്നു, ആ മുറിവിൽ മുളക് തേക്കുന്നു, അതിനെ നീറിപ്പിക്കുന്നു, അതിനെ വിഭാഗീയതയിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ അപ്പുറത്തേക്ക് ഇതുകൊണ്ട് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നത്? ഇനി നമുക്ക് ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഇത്തരം വിഷയങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് അപ്പുറത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരു പോളറൈസേഷനിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇതിൽ ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ നമ്മളെ കേൾക്കുന്ന ഇന്ത്യൻ ദേശീയതയിൽ വിശ്വസിച്ച് ഈ നാടിനോട് ഐക്യപ്പെട്ട് കഴിയുന്ന ഒരുപാട് മുസ്ലിം സഹോദരങ്ങളെ കൂടി ഇവർ പ്രതിരോധത്തിലാക്കുകയാണ്. അതായത് അപ്പുറത്ത് തീവ്രമായിട്ടുള്ള നിലപാടുകാരെ ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ, അതായത് ഇന്ത്യൻ മുസ്ലിംസ് മുഴുവൻ പാലസ്തീൻ സപ്പോർട്ട് ചെയ്യുന്നവരും ഹമാസ് അനുകൂലികളും, അല്ലെങ്കിൽ അത്തരത്തിൽ ആ രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന തരത്തിലേക്ക് സാധാരണ മുസ്ലിംസിനെ ഇവർ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ആത്യന്തിക ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് രാഷ്ട്രീയപരമായി രണ്ട് ഭാഗം നിൽക്കുന്നവരാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഇത് ഇവരുടെ അജണ്ടയാണ്. അതായത് നമ്മൾ പല സിനിമകളിൽ കാണാറില്ലേ, ഇതിന്റെ മുകൾ തട്ടി നിൽക്കുന്ന ഇവർ തമ്മിൽ ഒരു കൊളാബറേഷൻ, ഇവർ പറഞ്ഞ് ജയിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നു. വെറുതെ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആവശ്യമില്ലാത്ത വിഷയങ്ങൾ സംസാരിച്ചുകൊണ്ട് വരിക. ഇനി മറ്റൊരു വിഷയം, ഇവിടെ അപർണ തുടക്കത്തിൽ സൂചിപ്പിച്ച വർത്തമാനമുണ്ട്. അതായത് കേരളത്തിൽ ഇലക്ഷൻ ആയതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇത് അഡ്രസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ ഒരു അരമണിക്കൂർ മുമ്പ് നോക്കിയപ്പോൾ CPM-ന്റെ ദേശീയ സെക്രട്ടറി MA കൃത്യമായി പറഞ്ഞത് ഇസ്രായേലിന്റെ എല്ലാ പരിപാടിയും നിർത്തണം, ഇന്ത്യയുമായിട്ടുള്ള സകല സംവിധാനവും നിർത്തലാക്കണം. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ CPM-ന് അഭിപ്രായമുണ്ട് വിനോദ്. ഞാൻ പറഞ്ഞത് ഈ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് CPM എന്തെങ്കിലും ഈ സമയത്ത് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ ദേശീയ സെക്രട്ടറിയുടെ പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഇസ്രായേലുമായിട്ടുള്ള സകല ബന്ധം അവസാനിപ്പിക്കണമെന്ന് പറയുന്നു. ഈ ചർച്ചകളുടെ ഭാഗമാണല്ലോ. അപ്പൊ ഞാൻ ചോദിക്കുന്ന ഒരു പ്രധാന ചോദ്യം വളരെ രസകരമാണ്. അതായത് കേരളത്തിൽ 2023 കേരള ഗവൺമെന്റ് ഒരു നിർദ്ദേശം മുമ്പോട്ട് വെക്കുകയും ഒരു ഗവൺമെന്റ് ഓർഡർ ഉണ്ട്. ആ ഓർഡർ പ്രകാരം കേരളത്തിൽ നിന്ന് ഇസ്രായേലിലെ കൃഷി രീതികൾ പഠിക്കാൻ വേണ്ടി, അതായത് നൂതനമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷി രീതികൾ പഠിക്കാൻ വേണ്ടി 20 അംഗ സംഘത്തെ 200 ലക്ഷം രൂപ മുടക്കി ഇസ്രായേൽ വിട്ടിട്ടുണ്ട്. നമ്മുടെ IAS അശോക് സാറിന്റെ നേതൃത്വത്തിൽ അവർ മുഴുവൻ കേരളത്തിൽ തിരിച്ചു വന്ന് കേരളത്തിൽ P. പ്രസാദ് കൃഷിമന്ത്രി നേതൃത്വത്തിൽ കേരളത്തൊട്ടാകെ കൃഷി രീതികൾ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെന്താ എതിർക്കാൻ കഴിയാത്ത? അപ്പൊ ഇതൊന്നും നമ്മൾ സംസാരിച്ചുകൊണ്ട് ഇസ്രായേലുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും, ഈ പറയുന്ന കൃഷി, നൂതനമായ കൃഷി, ഇസ്രായേലിലെ പശുക്കളെ പറ്റി പഠിക്കാൻ പോയി, അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഉണ്ട്, പശുക്കളെ പറ്റി പഠിക്കാൻ പോയി. അവരിവിടെ വന്ന് അതിന്റെ പുതിയ രീതികൾ, നവീന രീതികൾ, അതുമായി ബന്ധപ്പെട്ട ക്ഷീര വ്യവസായത്തെ പറ്റി സംസാരിക്കുന്നു, പഠിക്കുന്നു. നമുക്കറിയാം ഇന്ത്യയുടെ കോൺസുലേറ്റർ വന്ന് പിണറായി വിജയനെ കണ്ട് 2022 ടൂറിസം വ്യവസായ രംഗത്ത് ഇസ്രായേലിന്റെ വിനോദ്, അതൊരു പക്ഷേ കാട് കയറിയുള്ള ആ വിഷയത്തിന് ഒരു പ്രശ്നമുണ്ട് വിനോദ്. കാരണം ഇന്ത്യ പാലസ്തീൻ ബന്ധം എന്ന് പറയുന്നത് അത് എത്രയോ കാലമായിട്ട് അത് മറ്റൊരു നയതന്ത്ര ബന്ധം
നിർബന്ധമാണ്, അത് ഇന്ത്യ തുടരുന്ന ഒരു വിഷയമാണ്. അത് രാഷ്ട്രീയ പാർട്ടികൾ മാറി വരുമ്പോൾ ഇന്ത്യ എന്നൊരു രാജ്യത്തിന് സ്വീകരിക്കാൻ കഴിയുന്ന വിഷയങ്ങൾ, അത് കുറച്ചുകൂടി ഗഹനമായ വിഷയമാണ്. ഇപ്പോൾ നടത്തുന്ന ടാറ്റ ബോയ്ക്കോട്ട് വിഷയത്തെ നിങ്ങൾ ഇസ്രായേൽ, ഗസ, പാലസ്തീൻ നിലപാടിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ അത് പക്ഷേ അത് ദുർബലപ്പെടും. അല്ലല്ല, ഇസ്രായേലിൽ അതാണ് ഞാനതുകൊണ്ട് ആ വിഷയത്തിൽ എന്തൊരു ടാറ്റയിലേക്ക് ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ടാറ്റ എന്ന് പറയുന്നത് ഇവിടെ പലരും സൂചിപ്പിച്ചു കഴിഞ്ഞു. ടാറ്റ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവാണ്. 1995 സ്വദേശ പ്രസ്ഥാനം ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്കാർക്ക് എന്ന് പറഞ്ഞ ആശയത്തോടു കൂടി ഇന്ത്യയിൽ വ്യവസായ വിപ്ലവം തുടങ്ങുകയൊക്കെ ചെയ്ത വലിയ മാനവികത മൂല്യത്തോടു കൂടി പ്രവർത്തിച്ച ഒരു വ്യവസായ സംരംഭമാണ് ടാറ്റ. അവരൊരിക്കലും ബിസിനസ് പർപ്പസിലേക്ക് മാറ്റം അത് പ്രതീകാത്മകമാണെന്ന് കരുതുന്നില്ല വിനോദ്. അത് പ്രതീകാത്മകമായിട്ടുള്ള ഒരു ബോയ്ക്കോട്ടാണെന്ന് കരുതുന്നില്ല. പ്രതീകാത്മകമല്ല. അത് ഈ സമയത്ത് ഏറ്റെടുത്തത് എന്തുകൊണ്ട് ഇവിടെ BDS മൂവ്മെന്റിനെ പറ്റി പറഞ്ഞു. എത്രയോ വിഷയങ്ങളിൽ അതിന്റെ സൈറ്റിൽ കയറി നോക്കിയാൽ നമുക്കറിയാം ഒത്തിരി ബ്രാൻഡുകളെ പറ്റി സംസാരിക്കുന്നുണ്ട്. മറ്റൊരു ബ്രാൻഡിലേക്ക് പോകാതെ ടാറ്റ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. ടാറ്റയുടെ സ്റ്റുഡിയോ എന്ന് പറയുന്ന എല്ലാ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡ് കിട്ടുന്ന സ്ഥലത്തെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു. വലിയ പ്രശ്നമുള്ള മാത്രമാണ്. അതാണ് ഞാൻ ആദ്യം പറയാൻ ആഗ്രഹിക്കുന്ന ഒരിക്കൽ കൂടി പറയുന്നു, സെലക്റ്റീവ് ജസ്റ്റിസിലേക്ക് പോകാൻ പാടില്ല. ഇന്ത്യയുടെ ആത്മാവിനെ ഖണ്ഡിക്കാൻ പാടില്ല. ഇവിടെ മനുഷ്യർ ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ മുറിക്കാൻ പാടില്ല. അവരുടെയൊക്കെ മുറിവ് ഉണ്ടാക്കി അതിനകത്ത് ഉപ്പും മുളകും തേക്കാൻ പാടില്ല. ഇതിന്റെ ഗുണഭോക്താക്കൾ ഇവർ ഈ ചർച്ചകൾ വെക്കുമ്പോൾ, അനാവശ്യമായ ചർച്ചകൾ വെക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കൾ ആരാണെന്നുള്ള വലിയൊരു വിഷയം വരികയാണ്. ഇത് ഇന്ത്യൻ രാഷ്ട്ര സമൂഹത്തിൽ മാനവികമായിട്ട് ഒരു മനുഷ്യൻ ഒരുമിച്ച് ജീവിക്കുന്ന സമൂഹത്തിൽ, പ്രത്യേകിച്ച് പെരുന്നാളാണ്, ഈ രാഷ്ട്രീയ സമൂഹത്തിൽ ഉണ്ടാകുന്ന വർഗീയത, എന്തുമാത്രം വികലമായ വർഗീയതയിലേക്ക് നമ്മൾ പോകുന്നു എന്നുള്ളത് ഇവർ ആഗ്രഹിക്കണം, ഇവർ സമ്മതിക്കണം. ഇതിനെപ്പറ്റി വലിയ ചർച്ച അവിടെ കോഴിക്കോട് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക് ചർച്ചകൾ നരേറ്റീവ് വരുന്നത് എങ്ങനെയാണ്? ഇതിന് വളമിട്ട് കൊടുക്കുന്ന എന്തിനു വേണ്ടിയാണെന്ന ചോദ്യം പൊതുസമൂഹം ഉയർത്തണം എന്നാണ് എനിക്ക് ആദ്യം ഈ വിഷയത്തിൽ പറയാനുള്ളത്. ഓക്കെ, ഞാൻ തിരികെ എത്താം. ശ്രീജിത്ത് പണിക്കർ, ഈ വിഷയത്തിനകത്ത് ഒരു പക്ഷേ ഒരു ശ്രദ്ധ നേടിയെടുക്കലാകാം. അത് ഒരു വിദ്യാർത്ഥി സംഘടനയെ സംബന്ധിച്ചിടത്തോളം പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അക്രമാസക്തമായിട്ടുള്ള സമരമല്ല, ചെറിയ പ്രതിഷേധാത്മകമായിട്ടുള്ള സമരങ്ങളിലൂടെ നടത്തിയ ഒരു കാര്യം. ഇതിനെതിരെ നടക്കുന്ന ഹേറ്റേഴ്സ് ക്യാമ്പയിൻ ഒരു പക്ഷേ അതിലും വലുതാണ്, അതിലും വലിയ തലത്തിൽ കൂടിയാണ് അത് അഡ്രസ്സ് ചെയ്യപ്പെടുന്നത്. കേണൽ സോഫിയ ഖുറേഷിക്കെതിരായിട്ടുള്ള പരാമർശങ്ങളിലൊന്നും കാണാതിരുന്ന ആവേശമൊക്കെ ഈ വിദ്യാർത്ഥികളുടെ ഈ പ്രൊട്ടസ്റ്റ് ക്യാമ്പയിനെതിരെ ഉയർന്നത് എന്തുകൊണ്ടായിരിക്കും? അല്ല, നോക്കൂ, ഇതിൽ നടക്കുന്നത്, സോഫിയ ഖുറേഷിക്കെതിരെ നടന്നിരിക്കുന്നത് 100% മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള, ദേശവിരുദ്ധമായിട്ടുള്ള ക്യാമ്പയിനാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. അതിൽ പല തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പോലും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ തന്നെ അങ്ങേയറ്റം നിന്ദ്യമായിട്ടുള്ള കാര്യമാണ്. അതിൽ തർക്കമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് മറ്റൊരു വിഷയവുമായിട്ട് ഇക്വേറ്റ് ചെയ്ത് സംസാരിക്കേണ്ടുന്ന കാര്യമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ ചർച്ചയിൽ തന്നെ നമ്മുടെ സുഹൃത്ത് ഷഫാഖ് അല്ലേ, അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ, അദ്ദേഹം കഴിഞ്ഞ തവണ പറഞ്ഞപ്പോൾ അവിടെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ, ഇസ്രയേലിൽ ഉൾപ്പെടെ അവരോട് സഹകരിക്കുന്ന ആൾക്കാർ ഈ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നു എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെ മനസ്സിലാക്കുന്നത്. അത് എന്ത് തരത്തിലുള്ള വ്യാഖ്യാനമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ നിങ്ങൾ പ്രതീകാത്മകമായിട്ടാണ് സമരം ചെയ്യുന്നത് എങ്കിൽ പോലും പ്രതീകാത്മകമായിട്ടുള്ള പല സമരങ്ങളുടെ വ്യത്യസ്ത സമരമാർഗങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ഥിരമായിട്ട് തേഞ്ഞിപ്പലം പോസ്റ്റ് ഓഫീസ് തിരഞ്ഞെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആമസോൺ കാട്ടിലെ തീപിടുത്തത്തിനെതിരെ, കാട്ടുതീക്കെതിരെ സമരം ചെയ്യാനായിട്ട് അവധി ദിവസം ബ്രസീലിന്റെ എംബസിയുടെ മുന്നിൽ നടത്തിയിരിക്കുന്ന പ്ലക്കാർഡ് പിടിച്ചുള്ള സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയ പരിഹസിച്ചിട്ടുണ്ട് എങ്കിൽ പോലും അതിൻ്റെയൊക്കെ എത്രയോ 10 മടങ്ങ് അപ്പുറത്ത് നിൽക്കുന്ന സമരമാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനെ സമരമെന്ന് ഞാൻ വിളിക്കില്ല, ഇറ്റ്സ് എ സർക്കസ്. ഇവരവിടെ നടത്തിയിരിക്കുന്ന സർക്കസ് ആണ്. സ്റ്റുഡിയോ എന്ത് തെറ്റ് ചെയ്തു? ടാറ്റ എന്ത് തെറ്റ് ചെയ്തിരിക്കുന്നു? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അവിടെ ബിസിനസ് നടത്തുന്ന ആൾക്കാർ അവരുടെ വംശഹത്യക്ക് വേണ്ടിയിട്ട്, അവരുടെ പ്ലാൻസിന് വേണ്ടിയിട്ട്, അവരുടെ ഡിസൈനിന് വേണ്ടിയിട്ട് പണം കൊടുക്കുകയാണ്, ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി എന്നാണ് എങ്കിൽ എനിക്ക് സുഹൃത്തുക്കളോട് ചോദിക്കാനുള്ളത്, അപ്പോൾ